സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയൊരുക്കിയ തസ്കരലഹള എന്ന ചിത്രത്തിലെ സൂപ്പർഹിറ്റ് കോമഡി സീൻസ്. ചേച്ചി ശരിക്കും വില പറ. 3000 രൂപയാ? ഓ അത് കൂടുതലാണല്ലോ. എന്നാ കുടുംബത്തോട് പൊക്കോ, വേഗം പൊക്കോടാ, പോടാ. പഠിക്കുന്ന 3000. ഓ പച്ച മീനിനെ കണ്ടിട്ട് അവൻ പറയുന്ന കണ്ടില്ലേ? 3000 വേഗം വാ, പഠിക്കുന്ന 2000 നിനക്ക് വേണം. 2000 നീ എനിക്ക് കുറച്ച് കാശ് തരാണ്ടല്ലോ. പറ്റെങ്കിൽ പറ്റ എടുത്തോണ്ട് പോക്കാ. ഒന്ന് അങ്ങോട്ട് പൊക്കിക്കൊടാ. നീ എന്താണ് നോക്കിക്കണ? നന്നായിട്ട് കോരി എടുക്കടാ. ആ ചതക്കരുത്. നിക്ക് എനിക്ക് നീ കാശ് തരാനുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയി മീൻ വാങ്ങിച്ചല്ലേടാ? അത് കറങ്ങിരുന്ന എവിടെയും ഞാൻ പോയി വാങ്ങിക്കും. എന്റെ പൂജാമോളന്ന് എസ് വന്നോട്ടടാ, നിന്നെ കാണിച്ചു തരാവടാ. അപ്പൊ ഞാനവിടെ എത്തൂലേ? പിന്നെ നിന്നെ ഒട്ടും ഇറക്കടാ. പിന്നെ എടാ ഇറക്കാൻ ഇന്നാ ഇറക്കി. മിസ്റ്റർ പഴശ്ശി തമ്പുരാൻ, കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടക്കുളത്തില് ഇപ്പോഴും ഇടയിലോ എനിക്ക് ഈ കോട്ട നടത്ത് മാറ്റാം. നമുക്ക് കോട്ടകൊത്തളങ്ങൾ ഭീരങ്കി വെച്ച് തകർക്കും. എടാ മൈമുണ്ണി, എന്നാടാ നമ്മുടെ നാടകത്തിന്റെ പേര് പഴശ്ശി തമ്പുരാൻ അല്ലേടാ? അതെ. ഇതിനകത്തൊരു നാറാണത്ത് പണത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ ചെയ്യണ ജോലി ചെയ്യണ. എടാ പഴശ്ശിനെ, നീ എവിടെ വാള് വെച്ചേ? ഞാൻ വാഷ് ബേസില്ല വാള് വെച്ചത്. നീ വെള്ളം അടിച്ച് വാള് വെച്ച കാര്യമല്ല, എന്റെ വാളം തിന്നെ. അതാണോ? അത് ഇനിയിപ്പോ ഞാൻ തന്നെ നോക്കണം. ഇതായിരിക്കുന്നു. അവിടെ ഇരുന്നോട്ടെ. മണിയണ്ട, ഇനി പരിപാടി ബുക്ക് ചെയ്യുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞ് എന്റെ കൈയും കൂടെ ബുക്ക് ചെയ്യും. എന്തിനാ? എനിക്ക് ചൊറിയാനാടേ. എടാ അതിന് നല്ല സോപ്പിട്ട് 2 നേരം കുളിച്ചാൽ മതി. അയ്യോ, 2 നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് ഇരിക്കാൻ വയ്യടേ. ഉണ്ടായിരിക്കെ നാടാൻ തുടങ്ങാറായി. പരമ കഷ്ടം. മാന്യരെ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കോള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. DD കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമ സീരിയൽ നടനായ അഷ്റഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോ കഴിയും? വിശന്ന് ഊപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. വേണ്ടടാ, ഇനിയിപ്പോ ഏതായാലും അഭിനയം കഴിഞ്ഞിട്ട് മതി. നിന്റെ അഭിനയം കണ്ട ആർക്കും ചാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറും. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള DD കൈമാറുന്നു. DD എടുക്കാൻ പോയാനെ കാണാനുമില്ലല്ലോ. DD എന്റെ കയ്യിലുണ്ടറിയാ. കാറ്റുകളയും. DD അല്ലടാ, DD. ഇന്നലെ കിട്ടിയ പൈസയില്ലേ? ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വരാ, കാത്തേക്കണേ. അയ്യപ്പൻ നമ്മുടെ മാനം കാത്തു. അമ്പളുടെ വില്ലില്ല. നീ വില്ല് എവിടെ പോയി കണ്ടുപിടിക്കും? ഈ പൊത്തിനകത്ത് ഞാൻ കാണുവോ? വൃത്തിയിട്ടവനെ, ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്തുവാടാ. തെറ്റായിക്കൂടെ കൈയിട്ട് ചന്തക്ക് പിടിക്കുന്നത്. ഇവിടാന്ന് കരുതാന്നേ. മഴ കഴിഞ്ഞിട്ടുള്ള മാനാശുപത്രി കേസ് കൊടുക്കാം. തെണ്ടികള് അലും പേരിയാണ്, അവരവർ തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ട, അതെ സമ്മേളനം കഴിഞ്ഞു, കളി തുടങ്ങാറ. എന്തേ? അത്യാവശ്യമായ ഇഞ്ചക്ഷൻ വേണം. ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണമല്ല ആശാന്റെ മൂക്കിക്ക് എത്തിയത്. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്ന് അടിച്ചേച്ചു വാ. അല്ല, മരുന്ന് മേടിച്ചോണ്ട് വാ, ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്നല്ലേ. വേഗം വാ. ഞങ്ങൾ ആശാന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വരട്ടെ.
എന്തോ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. അയ്യോ ആ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ. ആ നീ പോലെ ആ ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ആ ഞാനപ്പോഴേക്കും ബോംബ് ചെക്ക് ചെയ്തു. ഇവിടെ പിടിച്ചു. ഓടിക്കോ. ഇപ്പഴാ സമാധാനം ഏത്? നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട. എന്നാ കൊടുത്ത ഇത് കണ്ട ചതിച്ചടാ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇത് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്. Confucian now hath made his masterpiece. More sacrilegious murdered has broke up the Lord's anointed temple and stores thence the life of the building. ഒന്നും മനസ്സിലായില്ല അല്ലേ? വെരി ഗുഡ്. ഒന്നും മനസ്സിലാവരുത്. ആർക്കും ഒന്നും മനസ്സിലാവരുത്. ഒരു സംശയവും തോന്നരുത്. അതാണ് നമ്മുടെ ജോലിയുടെ രഹസ്യാന്വേഷണത്തിന്റെ മുഖമുദ്ര. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഗൾഫിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് തെളിവ് സഹിതം നിങ്ങൾ ഹാജരാക്കണം. അവർ എവിടെ പോകുന്നു, ആരുമായി ചാറ്റിംഗ് നടത്തുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത് നിങ്ങൾ അന്വേഷിച്ച് തെളിവുകളടക്കം ഹാജരാക്കണം. മിസ്സിസ് ഇന്ദിര വാസുദേവ്, എക്ലൈ നമ്പർ 18, ഹൗസ് നമ്പർ 303, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്. വെറുതെ ഓക്കെ, എന്നാൽ പോയിക്കൊള്ളൂ. ഇൻഷുറൻസ് കറക്റ്റ് ആണല്ലോ അല്ലേ? ആരും കള്ളും കുടിച്ച് ബൈക്ക് വരുന്നില്ല സാറേ. 7:10 മണി കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ. അത് കഴിഞ്ഞ് വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പല്ലേ. സാറിനെ ഭയങ്കര പേടിയാ സാറേ. സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ്. ജോർജ്. ഇടിയൻ ജോർജ്. എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല സാർ. അതാണ് ലവണ തൈലം. അതിനെ പറ്റി വല്ല അറിയാവോ? പറഞ്ഞുതരാം. എടോ, പ്രസവം കഴിഞ്ഞ് പെമ്പിള്ളേർക്ക് വയറ് വരാതിരിക്കാനും പ്രസവത്തിന് മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താൻ ആ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കണ്ടോ? കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭ ഉണ്ടല്ലോ, ലവണതലം മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. സാർ, സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. നിന്നെ ഞാൻ പലതും പഠിപ്പിച്ചവരാടാ. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. പോലീസുകാർക്കൊന്നും ഒരു വിലയില്ല അല്ലേ? ആ ലോക്കർ ഗ്യാസ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഗോൾഡും പണവുമായി അവർ ആ വഴി. ഇന്നലെ ആ വണ്ടി ചെക്ക് ചെയ്യാതെ വിട്ടത് മണ്ടത്തരായിപ്പോയി. ഇടിച്ചതിന്റെ കൂമ്പിയാൻ പാട്ടും പോലീസാണെന്നൊന്നും ഞാൻ നോക്കൂല. സാറിന്റെ തൊപ്പിയെ ധരിക്കാൻ പോണത് ഇന്നലത്തെ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു അല്ലേ? ഇന്നലെ ബാങ്കിന്റെ താഴെ ഡ്യൂട്ടിയിൽ ജോർജ് ഉണ്ടായിരുന്നല്ലേ? സാർ, എനിക്ക് കൂടുതലായി ഒന്നും കേൾക്കണ്ട. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കണം. സാറിന്റെ മക്കളുടെ പേരെന്തുവാ? വിമൽ, അമൽ. നല്ല പേര്. അവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അപ്പച്ചനാണെന്ന്? താൻ വാക്കുകളുടെ അതിര് വിടുന്നു. ഒരു മേലുദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് ഈ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ്. ഇപ്പോഴേ ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനല്ല, വെറും ഒരു പൗരൻ മാത്രമാണ്. പൗരൻ. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിന്റെ കടമ, അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. വീണ്ടും കാണാം. ഹായ്, അങ്ങനെ